Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ വന്നത് ആപ്പിൾ ഐഫോൺ 11 ആണ്. ഐഫോൺ 11 പ്രോഡക്റ്റ് റെഡ് 128GB വെർഷനാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ വന്നത്. ഇതൊരു ഡ്യുവൽ സിം വെർഷനാണ്. ഈ സിമ്മിൽ ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 2 സിം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് റെഡ് കളർ നമ്മുടെ ഡിവൈസ് കാണാം. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബോക്സിനുള്ളിൽ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വരുന്നതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് വാറണ്ടി ഇൻഫർമേഷൻ വരുന്നുണ്ട്. പിന്നെ എൻ്റെ സിം എജക്റ്റഡ് ടൂള്, പിന്നെ ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനകത്ത് വരുന്നത്. പിന്നെ വരുന്നതിൻ്റെ ഒരു ലൈറ്റിനിങ് ഒരു ഇയർപോഡ്സ് ആണ് വരുന്നത്. ലൈറ്റിനിങ് കണക്റ്റോട് കൂടിയ ഒരു ഇയർപോഡ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു ലൈറ്റിനിങ് ടു USB ചാർജറും ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ട്രാവൽ അഡാപ്റ്റർ, ഇത് 5 വോട്ട് അഡാപ്റ്ററാണ് വരുന്നത്. അത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ആപ്പിൾ 11 പ്രോയിൽ ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നുണ്ടെങ്കിലും 11 5 വോട്ടിൻ്റെ ചാർജർ മാത്രമേ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ഡിവൈസിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഓർവ്യൂ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഒരു 6.1 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ തന്നെ ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറ, പിന്നെ അതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആൻഡ് മൈക്ക്, പിന്നെ അതിൻ്റെ ഫേസ് ID സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് ബട്ടൺ കാണാം. പിന്നെ അതിൻ്റെ സിം ട്രേ കാണാം. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലോട്ട് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ബട്ടൺസും കാര്യങ്ങളൊന്നും ടോപ്പ് സൈഡിലില്ല. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാം. പിന്നെ റിംഗർ ആൻഡ് സൈലൻറ്റ് സ്വിച്ച് കാണാം. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് 2 ഗ്രില്ല് കാണാം. അതൊരു സ്റ്റീരിയോ സ്പീക്കറിൻ്റെയും മൈക്കിൻ്റെ ആയിട്ടുള്ള ഗ്രില്ലാണ്. പിന്നെ ഒരു ലൈറ്റിനും കണക്ടർ പോർട്ടും കൂടെ നമുക്ക് അതിൻ്റെ ബോട്ടം സൈഡിൽ കാണാം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പാണ് അതിനകത്ത് വരുന്ന. ഒരു 2 ക്യാമറ കാണാം. പിന്നെ ഒരു ഡ്യുവൽ ടോണിൻ്റെ ഒരു LED ഫ്ലാഷ്, പിന്നെ ഒരു മൈക്ക്, പിന്നെ അതിൻ്റെ ലോഗോ. ഇപ്പോൾ ഇതിൻ്റെ ലോഗോ നേരത്തെ തന്നെ വ്യക്തിഗതമായിട്ട് ടോപ്പിൽ നിന്ന് സെൻട്രലിലോട്ട് ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഓർവ്യൂ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഒരു ഒരു ട്രൂ ടോൺ HD റെറ്റിന ഡിസ്പ്ലേ അതിനകത്ത് വരുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1722x828 അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ 326 അതിൻ്റെ PPA വരുന്നത്. ഇപ്പോൾ ഐഫോൺ 7, 8, 6 വരുന്ന സെയിം PPA തന്നെയാണ് ഇതിനും വരുന്നത്. ഇത് 10 XR ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ 11 ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 625 നിക്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 14000:1 ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. നല്ലൊരു വ്യൂയിങ് ആംഗിളും ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് ആപ്പിളിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു HD+ ഡിസ്പ്ലേ കൂടി ഇത് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു ഇത്രയും വിലയുള്ളൊരു ഫോണിനകത്ത്. ഓക്കെ, അപ്പം എന്നാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയ കുഴപ്പം പറയാനില്ല. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പാണ് ആപ്പിൾ ഐഫോൺ 11 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 12 മെഗാപിക്സലിൻ്റെ 2 ക്യാമറകളാണ്. അതിനകത്ത് മെയിൻ ക്യാമറ വരുന്നത് ഒരു 1.8 അപ്പാർച്ചറുള്ള ഒരു മെയിൻ ക്യാമറയും 2.4 അപ്പാർച്ചറുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ആപ്പിൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടെലിഫോട്ടോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വൈഡ് ആംഗിൾ ലെൻസാണ് ആപ്പിൾ സെക്കൻഡറി ക്യാമറയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 11 പ്രോയിൽ വരുമ്പോഴത്തേക്കും ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി ഇത് എക്സ്ട്രാ ആയിട്ട് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ XRനെ അപേക്ഷിച്ച് ഒരു വൈഡ് ആംഗിൾ ലെൻസും കൂടി ഇതിനകത്ത് ആഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വൈഡ് ആംഗിളിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ പറയുന്നത് ഒരു 120 ഡിഗ്രിയാണ് ഇതിൻ്റെ വൈഡ് ആംഗിളിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ പറയുന്നത്. അത്യാവശ്യം നല്ല ക്യാമറയാണെന്നാണ് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ UI കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ക്യാമറയുടെ UIയിൽ തന്നെ വരുന്നത് പനോ മോഡുണ്ട്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, സ്ലോമോ,
ടൈം ലാപ്സ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഇതിൻ്റെ ഒരു മോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ 180p 240 ഫ്രെയിം വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ വീഡിയോ 4K വരെ സപ്പോർട്ട് ചെയ്യുന്നത്, 4K 60 ഫ്രെയിംസ് വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വ്യത്യസ്തമല്ല, മറ്റ് നേരത്തെ ഇറങ്ങിയ ഐഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 12 മെഗാ പിക്സലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു 7 മെഗാ പിക്സൽ വരെ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് 12 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. അതും ഒരു വൈഡ് ആംഗിൾ നേരത്തേനേക്കാളും വൈഡ് ആംഗിളും കൂടെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് സ്ലോമോ സെൽഫികൾ എടുക്കാം. ഒരു 180p 120 ഫ്രെയിം പെർ സെക്കൻഡ് വരുന്ന ഒരു സ്ലോമോ സെൽഫികൾ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ചിപ്പ് വരുന്നത് A13 ബയോണിക് ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ആപ്പിൾ 11 Pro 11 Pro Maxിലൊക്കെ ഉപയോഗിച്ചിരുന്ന സെയിം ചിപ്പ് തന്നെയാണ് ഇതിനകത്ത് ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 4GB റാമാണ് ഇതിനകത്ത് വരുന്നത്. ഇത് 128GB വെർഷനാണ് വരുന്നത്. ഒരു ഇതിൻ്റെ ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും 64GB വെർഷനാണ് വരുന്നത്. പിന്നെ ഒരു 256GB വെർഷൻ കൂടെ ഇതിന് അവൈലബിൾ ആണ് ഈ ആപ്പിൾ 11. പിന്നെ ഇതിന് 6 കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, വൈറ്റ്, പിന്നെ പ്രോഡക്റ്റ് റെഡ്, ഇങ്ങനെ 6 കളേഴ്സ് ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റെഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഇതൊരു 128GB വെർഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര GB നമുക്ക് യൂസിന് അവൈലബിൾ ആയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്തൊരു 115.9GB നമുക്ക് യൂസിന് അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കി അത് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. 120GB നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും 115.9GB നമുക്ക് യൂസറിന് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ 6S തൊട്ട് നമുക്ക് അറിയാവുന്നതാണ് ആപ്പിൾ 3D ടച്ച്. അപ്പോൾ ആപ്പിൾ 3D ടച്ച് ഇപ്പോൾ XRൽ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഈ വർഷം മുതൽ അപ്പോൾ ആപ്പിൾ 11 Pro ഇറങ്ങിയതുകൊണ്ട് ആപ്പിളിൻ്റെ എല്ലാ ഡിവൈസിൽ നിന്നും അത് 3D ടച്ച് എന്നുള്ള ഓപ്ഷൻ ആപ്പിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കുള്ള ഹാപ്റ്റിക് ടച്ചാണ്. ഇപ്പോൾ ഹാപ്റ്റിക് ടച്ച് നമുക്ക് ഇതിൽ 11ൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 3D ടച്ചിൻ്റെ ആവശ്യം നമുക്കിതിനകത്ത് വരുന്നില്ല. ഇത് ഹാപ്റ്റിക് ടച്ച് അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പം ഒരു 3D ടച്ചിൻ്റെ ഒക്കെ അപ്പം നമുക്ക് XRനുള്ളൊരു കുഴപ്പമായിരുന്നു, 3D ടച്ച് ഇല്ലായിരുന്നുള്ളത്. അപ്പം ആപ്പിൾ ഇത്തവണ അത് എല്ലാ ഡിവൈസിൽ നിന്നും ആപ്പിൾ 11 Proയിൽ നിന്നും 3D ടച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് വരായിട്ട് ഹാപ്റ്റിക് ടച്ചാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 11ലും ഹാപ്റ്റിക് ടച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3D ടച്ചിൻ്റെ ഒരു പോരായ്മ അതിൽ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്യുവൽ സിമ്മാണ്. ഈ സിം അല്ല, ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 സിം, ഏത് സിം കാർഡ് വേണേലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സിം സപ്പോർട്ട് ചെയ്യുന്നത് ജിയോയും എയർടെല്ലും മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇത് ഡ്യുവൽ സിം ആയതുകൊണ്ട് നമുക്ക് ഏത് സിം വേണമെങ്കിലും ഇടാം. 2 സിം നമുക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ സിം ട്രേ വരുന്നത് ഇപ്പം ഇതാണ് ഇതിൻ്റെ സിം ട്രേ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് 2 സിം നമ്മൾ ഇടുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാതെ ആദ്യം ജിയോട്ടൊരു സിമ്മാണ് ഇടുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സിം ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സിമ്മും ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒക്കെ നമ്മളിപ്പോൾ 2 സിം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് കാണിക്കാം. ഫസ്റ്റ് BSNലും സെക്കൻഡ് ജിയോ ആയിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ ക്യാമറ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വേറൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.